ലോകത്തിൽ ആരും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല. ന പത്യുപ്രിയായ പതിപ്രിയോ ഭവതി. ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കുന്നില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കുന്നില്ല. ആരും ആരെയും സ്നേഹിക്കുന്നത് അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. സത്യോ? നമ്മുടെ സുഖത്തല്ലേ, നമുക്കല്ലേ സുഖം? നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടോ സഹായിക്കുന്നതുകൊണ്ടോ എനിക്ക് സുഖം കിട്ടുന്നതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ സുഖം അവനവനിലല്ലേ, ആത്മാവിലല്ലേ? ആ ആത്മാവാരാ? ആത്മാവ് അവനവെന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരം നമ്മൾ വിചാരിക്കുന്നത്, ശരീരമല്ല ആത്മാവ്. ആത്മാവ് ശരീരം എന്ന് വിചാരിക്കണവരാണ് ദേഹഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത്. ദേഹഹത്യയല്ലേ ചെയ്യണേ? പക്ഷെ ആൾക്കാർ പറയുന്നത് ആത്മഹത്യയാണ്. അജ്ഞാനികൾ ദേഹത്തെ ആത്മാവായി തെറ്റിദ്ധരിക്കുകയാണേ. ദേഹം വേറെ, ദേഹത്തെ അറിയുന്ന ആ അറിവാണ്, ചൈതന്യമാണ് ആത്മാവ്. അതിനെ ഹനിക്കാൻ ആർക്കും പറ്റില്ല. മനസ്സിലായോ? അതെ, ആ ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ്, അത് ഭഗവാനാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് എല്ലാവർക്കും പരമാനന്ദം ഈ ബാഹ്യവസ്തുക്കളെന്നോ വ്യക്തികളെന്നോ അല്ല. അവരവരുടെ മനസ്സ് ഈശ്വരനിലേക്ക് തിരിയുമ്പോൾ, ആ ഈശ്വരൻ നമ്മുടെ ആത്മാവായതുകൊണ്ട് ആ ആത്മാവിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറയണത്. അപ്പോൾ പുറത്തുനിന്നൊന്നും സുഖം കിട്ടില്ല. ആത്മാവിലെ ആനന്ദം, ആത്മാവിലാനന്ദം അനുഭവിക്കാൻ കഴിയാത്തവരാണ് ഈ നാനാവസ്തുക്കൾക്ക് അടിമകളായി കഴിയാനിട വരുന്നത്.